ഇന്ന് നമ്മൾ KTU FM1 ഏപ്രിൽ 2018 പാർട്ട് എ പ്രോബ്ലംസ് ആണ് നോക്കാൻ പോവുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ റീഡ് ചെയ്യുവാണെങ്കിൽ കാൽക്കുലേറ്റ് ദ പ്രഷർ ഡ്യൂ ടു ദ കോളം ഓഫ് 0.4 മീറ്റർ വാട്ടർ ഇഫ് ഇറ്റ് ഈസ് കണ്ടെയ്നിങ് ഓയിൽ. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. മെർക്കുറി ആണെങ്കിൽ അതിൻ്റെ പ്രഷർ അത് കോളമിൽ എത്ര പ്രഷർ ഉണ്ടായിരിക്കും എന്നാണ് ചോദ്യം. അപ്പം ടേക്ക് ദ ഡെൻസിറ്റി അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ഗിവൻ ഡേറ്റ യു ഹാവ് ടു റൈറ്റ് ഓൺ ദ ഗിവൻ ഡേറ്റ. സോ ഇറ്റ് ഈസ് എ വാട്ടർ കോളം. യു ആർ ഹാവിങ് എ കോളം. You have to find out the pressure of the column. If it is filled with water, if it is filled with oil, what will be the pressure? If it is having a mercury, what will be the pressure? That you have to find it out. അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്തുവാ? നമുക്ക് എല്ലാവർക്കും അറിയാം. What is the formula for finding out the pressure? P is equal to rho GH. This is the simple formula. അല്ലേ? അപ്പം പ്രഷർ ഇസ് ഈക്വൽ ടു rho GH. ഇപ്പം നമ്മൾ വാട്ടർ യൂസ് ചെയ്യും. വാട്ടറിൻ്റെ പ്രഷർ ആണെങ്കിൽ കണ്ടുപിടിക്കുവാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ അപ്ലൈ ചെയ്യണം. ഓയിലിൻ്റെ പ്രഷർ ആണെങ്കിൽ കണ്ടുപിടിക്കാൻ പോവുകയാണെങ്കിൽ ഓയിലിൻ്റെ ഡെൻസിറ്റി അപ്ലൈ ചെയ്യണം. മെർക്കുറീൻ്റെ പ്രഷറാണ് കണ്ടുപിടിക്കാൻ പോവുകയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് മെർക്കുറി. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം പ്രഷർ ഡ്യൂ ടു വാട്ടർ ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു G ഇൻറ്റു H. വാട്ട് ഈസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ? അതെങ്ങനെ കണ്ടുപിടിക്കാം? അവർ ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 1000 ഇൻറ്റു 9.81 ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് എത്രയാ? 0.4. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രഷർ ഡ്യൂ ടു വാട്ടർ എന്താണ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ പ്രഷർ ഡ്യൂ ടു ഓയിൽ ആണെങ്കിൽ എങ്ങനെ? ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയെ നമുക്ക് തന്നിട്ടുള്ളൂ, പക്ഷേ അതിൻ്റെ ഡെൻസിറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അപ്പം സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ഫോർമുല എന്ത്? സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ഏത് ഓയിൽ ആണെങ്കിൽ ഓയിൽ, മെർക്കുറി ആണെങ്കിൽ മെർക്കുറി. ഡെൻസിറ്റി ഓഫ് ഓയിൽ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഓഫ് ഓയിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൻസിറ്റി ഓഫ് ഓയിൽ ഈസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം 1000. ഓക്കെ, അപ്പം 0.9 ഇൻറ്റു 1000 ഇൻറ്റു G is 9.81 ഇൻറ്റു H. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ പ്രഷർ എത്രയാണ് കിട്ടും. അപ്പോൾ പ്രഷർ ഡ്യൂ ടു മെർക്കുറി ആണെങ്കിൽ ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഇൻറ്റു G ഇൻറ്റു H. ഡെൻസിറ്റി ഓഫ് മെർക്കുറി എന്തുവാ? സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി എത്ര അവർ തന്നിട്ടുണ്ട്? 13.6. അപ്പോൾ 13.6 ഇൻറ്റു 1000 ഇൻറ്റു 9.81 ഇൻറ്റു 0.4. അപ്പോൾ അവസാനം നിങ്ങൾ റിസൾട്ട് എഴുതണം. ഓക്കെ, ഇതിന് ഒറ്റ ഫോർമുലാവേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. P ഈസ് ഈക്വൽ ടു rho GH. ഓക്കെ, ഇപ്പോൾ പ്രഷർ ഡ്യൂ ടു വാട്ടർ ആണെങ്കിൽ വാട്ടറിൻ്റെ ഡെൻസിറ്റി എഴുതണം. ഓയിൽ ആണെങ്കിൽ ഓയിലിൻ്റെ ഡെൻസിറ്റി എഴുതണം. മെർക്കുറി ആണെങ്കിൽ മെർക്കുറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എഴുതണം. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലം. A circular plate 5 meter diameter is immersed in water in such a way that its greatest and least depth below the free surface are 4 meter and 1.5 meter. Determine the total pressure on the face of plate and its center of pressure. COP എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് പ്രഷർ ആണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലമിനകത്ത് ഡയാമീറ്റർ 5 മീറ്റർ ആണ്, പക്ഷേ ഞാൻ ചെയ്തിരിക്കുന്നത് 3 മീറ്റർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ഇതിന് 3 മീറ്ററിന് മാറ്റുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഗിവൺ ഡേറ്റ. അപ്പം നമ്മൾ ഒരു പ്ലേറ്റ് വാട്ടർ സർഫേസിനകത്ത് ഇമ്മേഴ്സ് ചെയ്തു. അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഡെപ്ത്, അപ്പോൾ ഇമ്മേഴ്സ് ചെയ്തിട്ട് ആ ഗ്രേറ്റസ്റ്റ് ഡെപ്ത് 4 മീറ്റർ, ലീസ്റ്റ് ഡെപ്ത് 1.5 മീറ്റർ എന്ന് പറയുമ്പോൾ അത് ഒരു ഇൻക്ലിനേഷനിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് സെയിം, ആ പ്ലേറ്റ് ഇങ്ങനെയായിരിക്കും അല്ലേ? നമ്മൾ ഇമ്മേഴ്സ് ചെയ്ത പ്ലേറ്റ് ഇങ്ങനെയായിരിക്കും. ആ രണ്ട് ഡെപ്തും സെയിം ആണെങ്കിൽ പ്ലേറ്റ് ഇസ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അപ്പം ഇത് ഗ്രേറ്റസ്റ്റ് ഡെപ്ത് ലീസ്റ്റ് ഡെപ്ത് എന്ന് പറയുമ്പോൾ ആ പ്ലേറ്റ് നമുക്ക് ഒരു ഇൻക്ലിനേഷനിലാണ് നമ്മൾ വാട്ടറിലോട്ട് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യം ഈ ഇൻക്ലിനേഷൻ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അത് നിൽക്കട്ടെ. അപ്പം ഇതാണ് ഗിവൺ ഡേറ്റ. ടു ഫൈൻഡ് എന്തുവാ? ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കണം. ആൻഡ് ഓൾസോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ സെൻറ്റർ ഓഫ് പ്രഷർ. ഓക്കെ, വാട്ട് ഇസ് ദ ഫോർമുല? total pressure is equal to rho G A into H bar.
Okay, total pressure is equal to rho g A into h bar. H bar into center of gravity. So what is H star? H star is nothing but center of pressure. Center of pressure H star is equal to Ig sin square theta divided by A h bar plus h bar. Okay, ഈ ഫോർമുല, ഈ രണ്ട് ഫോർമുല ഓർത്ത് വെക്കണം. ഈ പ്രോബ്ലം എപ്പോഴും എല്ലാ ക്വസ്റ്റ്യനകത്തും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇതുപോലത്തെ. അതായത് ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ പ്രഷർ, ഫൈൻഡ് ഔട്ട് ദ സെൻറ്റർ ഓഫ് പ്രഷർ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യനകത്തും വരുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ഫോർമുല നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കണം. അപ്പോൾ ടോട്ടൽ പ്രഷർ ഇസ് ഈക്വൽ ടു റോ ജി എ ഇൻറ്റു എച്ച് ബാർ. ഓക്കെ, ആൻഡ് എച്ച് സ്റ്റാർ സെൻറ്റർ ഓഫ് പ്രഷർ ഇസ് ഈക്വൽ ടു ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഓക്കെ, ഇതിനകത്ത് ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ റോ ജി എച്ച് ബാർ എ എച്ച് ബാർ, ഇതിനകത്ത് നമുക്ക് എച്ച് ബാർ അറിയത്തില്ല. ഓക്കെ, എച്ച് സ്റ്റാറിനകത്തോ തീറ്റ അറിയത്തില്ല. അപ്പോൾ ആദ്യം തീറ്റ കണ്ടുപിടിക്കണം, എച്ച് ബാർ കണ്ടുപിടിക്കണം. ഏരിയ എന്ന് പറയുന്നത് എന്തുവാ? ഈ സർക്കുലർ ഡയാമീറ്റർ ആയതുകൊണ്ട് π/4 d². അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് 5 മീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 5 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഞാൻ 3 വെച്ച് ചെയ്തത് കൊണ്ട് ഞാൻ 3 വെച്ച് നിങ്ങൾക്ക് കാണിക്കുക. അപ്പോൾ π/4 d², അതിൻ്റെ ഏരിയ അത്രയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം പിന്നെ ടോട്ടൽ പ്രഷർ ഇസ് ഈക്വൽ ടു 1000 ഡെൻസിറ്റി ഇൻറ്റു ജി 9.81 ഇൻറ്റു ഏരിയ 7.06 ഇൻറ്റു എച്ച് ബാർ. എച്ച് ബാർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ എച്ച് ബാർ എന്ന് പറയുന്നത് ഈ പ്ലേറ്റിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആയിരിക്കും. ഇറ്റ് വിൽ ബി ആക്ടിങ് അറ്റ് ദ സെൻറ്റർ പോയിന്റ്. അപ്പോൾ ദിസ് എച്ച് ബാർ, ഹൗ ടു ഫൈൻഡ് ഔട്ട് ദിസ് എച്ച് ബാർ? എച്ച് ബാർ ഇസ് നത്തിങ് ബട്ട് this total distance is nothing but 1.5 meter plus this portion, isn't it? അല്ലേ, ഈ 1.5 മീറ്ററും പ്ലസ് ഈ പോർഷനും കൂടി നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമുക്ക് എച്ച് ബാർ എന്താണ് കിട്ടും? ദാറ്റ് ഈസ് എച്ച് ബാർ ഇസ് ഈക്വൽ ടു ഇ എഫ്, ദാറ്റ് ഈസ് 1.5 മീറ്റർ പ്ലസ് ഈ തീറ്റൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇത്. അപ്പം സി ഇ സൈൻ തീറ്റ. ഓക്കെ, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് പറയുന്നത് 3 മീറ്റർ ആണ്. അപ്പോൾ ഈ പോർഷൻ 1.5 മീറ്റർ ആയിരിക്കും റേഡിയസ്. അപ്പോൾ ദിസ് ഇസ് തീറ്റ. ഓക്കെ, ദിസ് ഇസ് തീറ്റ. ഈ തീറ്റൻ്റെ ഓപ്പോസിറ്റ് പോർഷൻ അല്ലേ ഇത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സൈൻ തീറ്റ എടുക്കണം. അപ്പോൾ 1.5 സൈൻ തീറ്റയാണ് ഈ പോർഷൻ. സോ 1.5 മീറ്റർ പ്ലസ് സി ഇ സൈൻ തീറ്റ. ഓക്കെ, സി ഇ ഈസ് നത്തിങ് ബട്ട് 1.5. ഓക്കെ, പക്ഷേ സൈൻ തീറ്റ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സൈൻ തീറ്റ. ഹൗ ടു ഫൈൻഡ് ഔട്ട് സൈൻ തീറ്റ? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു, നിങ്ങൾ ഈ പോർഷൻ ടോട്ടൽ 3 മീറ്ററും ഇത് 3 മീറ്ററാണ്. അപ്പം ഇതാണ് തീറ്റ. ഓക്കെ, ഇതാണ് തീറ്റ. അപ്പം നമുക്ക് ആദ്യം ഇത് 4 മീറ്ററിന് അറിയാം, ഇത് 1.5 മീറ്ററിന് അറിയാം. പക്ഷേ ഈ പോർഷൻ എന്തുവാ? 4 മൈനസ് 1.5. ഓക്കെ, 4 മൈനസ് 1.5. അപ്പം സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പറ്റന്യൂസ്, ദാറ്റ് ഈസ് എ ജി. നമ്മളിങ്ങനെ ഇവിടെ നൊട്ടേഷൻ തന്നിട്ടുണ്ട്, എ ജി ഇ ആണ്. അപ്പം എ ജി ഡിവൈഡ് ബൈ എ ഇ. വാട്ട് ഈസ് എ ജി? എ ജി ഇസ് നത്തിങ് ബട്ട് ദിസ് ടോട്ടൽ പോർഷൻ എ ബി മൈനസ് ഇ എഫ്. ഓക്കെ, അപ്പം 4 മൈനസ് 1.5 ഡിവൈഡ് ബൈ 3 ആണ്. അപ്പോൾ അതിലിരുന്ന് നിങ്ങൾക്ക് സൈൻ തീറ്റാന് എന്താണ് കിട്ടും? ഫ്രം ദാറ്റ് യു കൻ ഈസിലി ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് എച്ച് ബാർ. ഓക്കെ, സോ വി ഗോട്ട് ദ ആൻസർ ഇസ് 2.749. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ ദ ടോട്ടൽ പ്രഷർ ഫോർമുല. സോ യു വിൽ ഗെറ്റ് വാട്ട് ഈസ് ദ ടോട്ടൽ വാല്യൂ. മനസ്സിലായോ? അപ്പം നെക്സ്റ്റ് you are in need to find out what is the center of pressure. That is, this total pressure is acting at one point. That point is known as center of pressure. ഓക്കെ, ഈ ടോട്ടൽ പ്രഷർ ഒരു പോയിന്റിൽ ആഡ് ചെയ്യത്തില്ലേ, ആ പോയിൻ്റാണ് നമ്മൾ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കണേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ഓർക്കണേ, ഈ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിനെ കാട്ടിലും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പ്ലസ് ഇടുന്നത്. ഓക്കെ, അപ്പം 2.74 കാട്ടിലും കൂടുതൽ ഒരു വാല്യൂ ആണ് നമ്മുടെ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്ന ഒരു വാല്യൂ. ഓക്കെ, മനസ്സിലായോ? അപ്പം സെൻറ്റർ ഓഫ് പ്രഷർ ഇസ് ഈക്വൽ ടു എച്ച് ബാർ പ്ലസ് ദിസ് പോർഷൻ. ഈ പോർഷൻ എന്തുവാ? ഐ ജി. ഐ ജി എന്ന് പറയുന്നത് എന്തുവാ? ഇത് സർക്കുലർ പ്ലേറ്റ് ആയതുകൊണ്ട് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ π/4 d⁴. അപ്പം നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
തീറ്റ നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിവൈഡ് ബൈ ഏരിയ ഇൻറ്റു എച്ച് ബാർ. മനസ്സിലായോ? ഈ എച്ച് ഇതിൽ മാത്രമാണ്. ഫോർ ദിസ് പോർഷൻ ഏരിയ ഇൻറ്റു എച്ച് ബാർ. അപ്പം നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. കണ്ടോ? 2.7 കാട്ടിലും കൂടുതൽ വാല്യൂ ആണ് നിങ്ങളുടെ സെൻറ്റർ ഓഫ് പ്രഷർ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഫൈനലി യു ഹാവ് ടു റൈറ്റ് ഡൗൺ ദ റിസൾട്ട്, ടോട്ടൽ പ്രഷർ ആൻഡ് വാട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് പ്രഷർ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 2 ഫോർമുല അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്തുവാ? ടോട്ടൽ പ്രഷർ ഇസ് ഈക്വൽ ടു റോ ജി എ ഇൻറ്റു എച്ച് ബാർ ആൻഡ് എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു എച്ച് ബാർ പ്ലസ് ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ എ എച്ച് ബാർ. മനസ്സിലായോ? ഈ 2 ഫോർമുല ഓർത്ത് വെക്കണം. മനസ്സിലായോ? എ ഫ്ലൂയിഡ് ഫ്ലോ ഈസ് ഗിവൻ ബൈ ഒരു ഇത് തന്നിട്ടുണ്ട്, വെക്റ്റർ തന്നിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എ പോസിബിൾ കേസ് ഓഫ് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ. കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അറ്റ് ദ പോയിന്റ് 1, 2, 3. ഓക്കെ, അവർ ഒരു വെക്റ്റർ വി, ഒരു വെലോസിറ്റി വെക്റ്റർ, ഒരു ഫ്ലൂയിഡ് ഫ്ലോ ഇൻ ടേംസ് ഓഫ് വെക്റ്ററിൽ തന്നിട്ടുണ്ട്. അപ്പം യു ഈസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ, വി ഈസ് ഈക്വൽ ടു -2yz സ്ക്വയർ, ഡബ്ല്യു ഈസ് ഈക്വൽ ടു ദിസ് മച്ച്. അപ്പം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? അത് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ആണോ അങ്ങനെ കണ്ടുപിടിക്കണം. പിന്നെ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ 1, 2, 3 ഇതിൻ്റെ വെലോസിറ്റിയും ഇതിൻ്റെ ആക്സലറേഷനും എന്തുവാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇത് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എന്ന് ചോദിച്ചിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ കണ്ടീഷനാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്. അതിൻ്റെ കണ്ടീഷൻ എന്തുവാ? സിമ്പിൾ, ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഇസ് ഈക്വൽ ടു 0. ഇത് 3 ഐ ജെ കെന്ന് തന്നത് കൊണ്ടാണ് നമ്മൾ 3Dയിൽ എഴുതിയിരിക്കുന്നത്. ഇൻ കേസ് 2D ആണെങ്കിലോ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇതിൽ 3D ആയതുകൊണ്ടാണ്, 3 ഡയമെൻഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. 2 ഡയമെൻഷൻ ആണെങ്കിൽ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 0 മാത്രമേ ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് യു വി ഡബ്ല്യു എന്താണ് നമുക്കറിയാം. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് എന്താണ് കണ്ടുപിടിക്കുക? ഡോ വി ബൈ ഡോ വൈ ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ്. മനസ്സിലായോ? ഡോ യു ബൈ ഡോ എക്സ് ആയതുകൊണ്ട് ഈ എക്സ് ടേം മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ടേം അങ്ങനെ എഴുതും. ഓക്കെ, പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആണ്. അപ്പോൾ അത് നമ്മൾ എഴുതിയിട്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എല്ലാം ക്യാൻസലാക്കി ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ആണ്. മനസ്സിലായോ? അപ്പം നമുക്കും 0 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സോ ദ വെലോസിറ്റി ഫീൽഡ് ഇസ് എ പോസിബിൾ കേസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. മനസ്സിലായോ? അപ്പം ഇതിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? വെലോസിറ്റി 1, 2, 3 നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു 2, ഇസഡ് ഇസ് ഈക്വൽ ടു 3. അപ്പം എക്സിന് പകരം 1, വൈ ഇസ് ഈക്വൽ ടു 2, ഇസഡ് ഇസ് ഈക്വൽ ടു 3. യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ഈക്വേഷൻ. ഓക്കെ, അപ്പം എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, വൈന് പകരം 2 സ്ക്വയർ ഐ മൈനസ് 2 ഇൻറ്റു വൈന് പകരം 2, ഇസഡിന് പകരം 3 മൈനസ് 3 ഇസഡിന് പകരം 3 വൈ 2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 3 ക്യൂബ് ഡിവൈഡ് ബൈ 3 ഇൻറ്റു കെ. ഓക്കെ, ഇത് ഫൈനൽ ആകുമ്പോൾ 4 ആണ് ഇവിടെ വരേണ്ടത്. 4i മൈനസ് 36j. അപ്പം ഇവിടെ 4 സ്ക്വയർ ആണ്. മനസ്സിലായോ? അപ്പോൾ ഈ ആൻസർ ഇച്ചിരി മാറും. അപ്പം നിങ്ങളുടെ ആൻസർ 36.715 യൂണിറ്റ്സ്. ഇതാണ് നിങ്ങളുടെ വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി 1, 2, 3 നമുക്ക് തന്നിരിക്കുന്ന ഈ ഫ്ലൂയിഡ് ഫ്ലോയിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഇത് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ ആണോ നമ്മൾ ചെക്ക് ചെയ്തു. അതിൻ്റെ കണ്ടീഷനാണ് ഇത്. ഓക്കെ, ആ കണ്ടീഷൻ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ആണ് എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതണം. എഴുതിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ വെക്റ്ററിനകത്ത് 1, 2, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു 2, ഇസഡ് ഇസ് ഈക്വൽ ടു 3 ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്കൊരു വെലോസിറ്റി കിട്ടത്തില്ലേ? ഇതാണ് വെക്റ്റർ. ഓക്കെ, വെലോസിറ്റി വെക്റ്റർ അറ്റ് ദ പോയിന്റ് 1, 2, 3. ഓക്കെ, അപ്പം പിന്നെ റിസൾട്ട് ആൻഡ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 4 സ്ക്വയർ പ്ലസ് 36 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം.
മനസ്സിലായോ? ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിൻ്റെ ഫോർമുല ആദ്യം എഴുതണം. അപ്പം ഏത് ഫോർമുലയാണ്? AX, acceleration along x-axis is equal to u into dou u by dou x, dou u by dou y, dou u by dou z. മനസ്സിലായോ? എല്ലാം u ആണ്. അതായത് ആക്സിലറേഷൻ അറ്റ് എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ u along x, dou u by dou x, dou u by dou y, dou u by dou z. ഇത് മാറും. u v w, dou u by dou x, dou u by dou y, dou u by dou z. y ആണെങ്കിൽ u v w എഴുതിയിട്ട് v along x, v along y, v along z. z ആണെങ്കിലോ u v w, w along x, w along y, w along z. മനസ്സിലായോ? x എന്ന് പറയുന്നത് u along x, u with respect to y, u with respect to z. y എന്ന് പറയുമ്പോൾ v with respect to x, v with respect to y, v with respect to z. z എന്ന് പറയുമ്പോൾ w with respect to x, w with respect to y, w with respect to z. u v w. സിമ്പിൾ. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ട ഫോർമുല? u v w ഇങ്ങനെ എഴുതിയിട്ട് u v w. അപ്പം a along x ആണെങ്കിൽ കണ്ടുപിടിക്കുവാണെങ്കിൽ dou u by dou x, dou u by dou y, dou u by dou z. ഓക്കെ. a along y ആണെങ്കിൽ dou v by dou x, dou v by dou y, dou v by dou z. a along z ആണെങ്കിൽ dou w by dou x, dou w by dou y, dou w by dou z. പിന്നെ പ്ലസ്. ഇതാണ് ഫോർമുല. മനസ്സിലായോ? അപ്പം ഈ ഫോർമുലനകത്ത് നമുക്ക് ഈ വാല്യൂ ഒക്കെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പം എക്സ് നമ്മൾ എടുക്കുവാണെങ്കിൽ യു എന്തുവാ? എക്സ് വൈ സ്ക്വയർ നമുക്കറിയാം. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് വേണം, ഡോ യു ബൈ ഡോ എക്സ്. മനസ്സിലായോ? ഡോ യു ബൈ ഡോ വൈ വേണം, ഡോ യു ബൈ ഡോ വൈ. ഡോ യു ബൈ ഡോ ഇസഡ് വേണം, ഡോ യു ബൈ ഡോ ഇസഡ്. അപ്പം ഇങ്ങനെ യു വി ഡബ്ല്യു കണ്ടുപിടിച്ച് ഇത് എടുത്ത് നമ്മൾ ഓരോരോ ഫോർമുലനകത്ത് യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ 1, 2, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവസാനം നിങ്ങൾക്ക് ഇതുപോലെ ആൻസർ കിട്ടും. മനസ്സിലായോ? നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആണ് ചെയ്യുന്നത്. അപ്പം ഇതാദ്യം ഒന്ന് നോക്കാം. എ എക്സ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ്. യു എന്തുവാ? എക്സ് വൈ സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് വൈ സ്ക്വയർ. മനസ്സിലായോ? പിന്നെ വി ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. വി എന്തുവാ? മൈനസ് 2yz സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ എന്തുവാ? 2xy പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഇത് എഴുതുക. എഴുതിയിട്ട് ഡോ യു ബൈ ഡോ ഇസഡ് 0. അപ്പോൾ ഈ ടേം ക്യാൻസൽ ആവും, 0 ആകും. പിന്നെ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ഈ ബ്രാക്കറ്റൊക്കെ റിമൂവ് ചെയ്യുക. എക്സ് ഇൻറ്റു വൈ പവർ 4 മൈനസ് 4xy സ്ക്വയർ ഇസഡ് സ്ക്വയർ. പിന്നെ ഈ എക്സ് വൈന് പകരം 1, 2, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവസാനം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു യൂണിറ്റ്സ് കിട്ടും. മനസ്സിലായ? ഇതുപോലെയാണ് എ വൈയും എ ഇസഡും ചെയ്യണം. ചെയ്തിട്ട് ആക്സലറേഷൻ, റിസൾട്ടൻ്റ് ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു നമ്മൾ ഇതിൻ്റെ സ്ക്വയർ എ എക്സ് സ്ക്വയർ എ വൈ സ്ക്വയർ എ ഇസഡ് സ്ക്വയർ. മനസ്സിലായോ? അപ്പോൾ അവസാനം റിസൾട്ട് എഴുതണം. ഓക്കെ, ക്ലിയർ? പാർട്ട് എന്റെ ലാസ്റ്റ് പ്രോബ്ലമാണ്. ഇൻ എ 2D incompressible fluid flow, the fluid velocity components are given. ഓക്കെ, യു വി അവർ തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് ദ വെലോസിറ്റി പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ആൻഡ് ഡിറ്റർമൈൻ ഇറ്റ്സ് ഫോം. ഫൈൻഡ് ഓൾസോ ദ സ്ട്രീം ഫംഗ്ഷൻ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ വെലോസിറ്റി പൊട്ടൻഷ്യലിൻ്റെ എക്സിസ്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണം. പിന്നെ ആ വെലോസിറ്റി പൊട്ടൻഷ്യലിൻ്റെ ഈക്വേഷൻ കണ്ടുപിടിക്കണം. പിന്നെ ഇത് വെച്ചിട്ട് സ്ട്രീം ഫംഗ്ഷൻ്റെ ഈക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ആദ്യം ഗിവൻ ഡേറ്റ നമുക്ക് കോമ്പോണൻസ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വെലോസിറ്റി പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ഓർ നോട്ട് അത് പ്രൂവ് ചെയ്യണം. പിന്നെ അതിൻ്റെ കോമ്പോണൻറ്റ് കണ്ടുപിടിക്കണം. അതായത് അതിൻ്റെ ഫോം എന്തുവാ, വെലോസിറ്റി പൊട്ടൻഷ്യലിൻ്റെ ഫോം എന്തുവാന്ന് കണ്ടുപിടിക്കണം. പിന്നെ സ്ട്രീം ഫംഗ്ഷൻ എന്താണ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്തുവാ?
വെലോസിറ്റി പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കേണ്ടേ. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഇത്. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ വെലോസിറ്റി പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. പിന്നെ വെലോസിറ്റി പൊട്ടൻഷ്യലിൻ്റെ ഫോം ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടേ. അപ്പോൾ അതിൻ്റെ ഫോർമുലയാണ് ഡോ ഫൈ. ഫൈ എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ വെലോസിറ്റി പൊട്ടൻഷ്യൽ. ഓക്കെ, സൈ എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ സ്ട്രീം ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഡോ സൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് യു, ഡോ സൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി, ഡോ സൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു വി, ഡോ സൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് യു. ഓക്കെ, അപ്പം സൊല്യൂഷൻ ഇത് ഓർത്ത് വയ്ക്കണേ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യനകത്തും നിങ്ങൾക്ക് ഒരു വെലോസിറ്റി പൊട്ടൻഷ്യലോ സ്ട്രീം ഫംഗ്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം ഈ രണ്ട് ഫോർമുല, വെലോസിറ്റി പൊട്ടൻഷ്യലിൻ്റെ ഫോർമുലയും സ്ട്രീം ഫംഗ്ഷൻ്റെ ഒരു ഫോർമുലയും നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കണം. അത് സിമ്പിളാണ്. അതായത് വെലോസിറ്റി പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഓഫ് ദ കോമ്പോണൻറ്റ്, എക്സ് ആണെങ്കിൽ യു, വൈ ആണെങ്കിൽ വി, അത്രയേ ഉള്ളൂ. ഈ വെലോസിറ്റി പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് ആണെങ്കിൽ നമ്മൾ എന്തെടുക്കും? യു ആണ്. അതിൻ്റെ നെഗറ്റീവ് ആണ് ഡോ സൈ ബൈ ഡോ എക്സ്. ഇപ്പോൾ ഡോ വെലോസിറ്റി പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ മൈനസ് വി. ഇതാണ് വെലോസിറ്റി പൊട്ടൻഷ്യലിൻ്റെ ഫോം. ആ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഓക്കെ, ഇപ്പോൾ സ്ട്രീം ഫംഗ്ഷൻ ആണെങ്കിൽ തിരിച്ച് വരും. ഡോ സൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് ഒരു സൈ സ്ട്രീം ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ ഇതിൻ്റെ റിവേഴ്സ് എന്തുവാ? വൈ ആണ്. വൈ എന്ന് പറയുന്നത് നമ്മൾ വി ആണ്. അപ്പോൾ ഡോ സൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു വി, ഡോ സൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എന്തുവാ? യു. അതിൻ്റെ നേരെ തിരിച്ച് റിവേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വെലോസിറ്റി പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ എന്തുവാ? ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ യു നമുക്ക് തന്നിട്ടുണ്ട്. ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുക, ഡോ വി ബൈ ഡോ വൈ കണ്ടുപിടിക്കുക. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നമുക്ക് 0 കിട്ടുവാണെങ്കിൽ ഫ്ലോ ഈസ് കണ്ടിന്യൂസ് ആണ്, അതായത് വെലോസിറ്റി പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ആണ്. അപ്പം നമുക്കിപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി. That is, the flow is a continuous flow, so velocity potential exists. ഓക്കെ, ഈ ഇക്വേഷനാണ് നേരത്തെ ഉള്ള പ്രോബ്ലം നമ്മൾ യൂസ് ചെയ്തത്. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ എസ് ഇസ് ഈക്വൽ ടു 0. ദ ഫ്ലോ ഈസ് കണ്ടിന്യൂസ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ കണ്ടുപിടിച്ചില്ലേ? അതുപോലെ തന്നെ. ഓക്കെ, ഇപ്പം നമ്മൾ വെലോസിറ്റി പൊട്ടൻഷ്യലിൻ്റെ ഫോം കണ്ടുപിടിക്കാൻ പോവുക. അപ്പം നമുക്ക് ഇക്വേഷൻ അറിയാം. ഡോ സൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് യു. അപ്പോൾ അതെടുത്തു. ഡോ സൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇത് രണ്ടും മാത്രം പോരാ, ഇത് വെച്ചിട്ട് നമുക്ക് വെലോസിറ്റി പൊട്ടൻഷ്യലിൻ്റെ ഈക്വേഷൻ, ആ ഫോം എന്തുവാണെന്ന് കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ അതെങ്ങനെ ചെയ്യണം? ഈ രണ്ട് ഇക്വേഷൻ, അതായത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. നമ്മളിപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുക. ഡോ സൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 4y. ഈ ഇക്വേഷൻ എടുത്ത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? 5 is equal to minus x square plus 2 plus 4xy plus c. ഇതാണ് ഫോം. ഓക്കെ, നമ്മൾ ഫോം കണ്ടുപിടിച്ചു. ദിസ് ഇസ് എ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫോം. പക്ഷേ ഇതിനകത്ത് ഈ സീനുള്ള ഒരു കോൺസ്റ്റൻ്റ് ഇല്ലേ? അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോവുക. ഓക്കെ, നമ്മൾ ഫോം കണ്ടുപിടിച്ചു. ഈ ഫോമിനകത്ത് ഒരു കോൺസ്റ്റൻറ്റിന് ഒന്ന് കിടക്കുക. പക്ഷേ അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ വാല്യൂ ആണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോവുക. ഈ സി എന്ന് പറയുന്നത് എന്തുവാ? കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ വിച്ച് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് അല്ലേ? എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്, ബട്ട് ഇറ്റ് ക്യാൻ ബി എ ഫങ്ഷൻ ഓഫ് വൈ. ഈ വൈ ആയതുകൊണ്ടല്ലേ നമുക്ക് ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വന്നത്. അപ്പോൾ ഈ സീൻ്റെ വാല്യൂ അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കണം? ഈ ഈക്വേഷന് യു ഹാവ് ടു ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈന് ചെയ്യുമ്പോഴാണ് നമുക്ക് സീൻ്റെ വാല്യൂ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? സി എങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നത്? അത് ഒരു ഡിപ്പെൻഡൻറ്റ് ഓഫ് വൈ ആയതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു കോൺസ്റ്റൻറ്റ് വന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷന് വിത്ത് റെസ്പെക്ട് ടു
വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റൻറ്റ് സി നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഡോ സൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ദ ഹോൾ ഇക്വേഷൻ. അപ്പം ഇവിടെ എന്ത് കിട്ടും? ഇതിനകത്ത് വൈ ഇല്ലാത്തത് കൊണ്ട് 0, ഇതിനകത്ത് വൈ ഉള്ളത് കൊണ്ട് 4x പ്ലസ് ഡോ സൈ ബൈ ഡോ വൈ, ഡോ സി ബൈ ഡോ വൈ. പക്ഷേ നമുക്ക് ഡോ ഫൈ ബൈ ഡോ വൈ ആൾറെഡി നമുക്ക് ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, y പ്ലസ് 4x. ഈ വാല്യൂ എടുത്ത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y പ്ലസ് 4x പ്ലസ് 4x പ്ലസ് ഡോ സി ബൈ ഡോ വൈ. അപ്പം y ഇസ് ഈക്വൽ ടു ഡോ സി ബൈ ഡോ വൈ. ഇപ്പോൾ ഡോ സി ബൈ ഡോ വൈൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഈ വാല്യൂ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സിയുടെ വാല്യൂ എന്താണ് കിട്ടും. ഈ സി വാല്യൂ എടുത്ത് നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മനസ്സിലായോ? ഒന്നും കൂടി പറയാം. ഈ നമുക്ക് വെലോസിറ്റി പൊട്ടൻഷ്യലിൻ്റെ ഫോം നമ്മൾക്ക് കിട്ടി. മനസ്സിലായോ? ഫൈ ഈസ് ഈക്വൽ ടു -x² ഡിവൈഡഡ് ബൈ 2 പ്ലസ് 4xy പ്ലസ് സി. ഈ സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രേഷൻ്റെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻ്റ് ഏതിൽ ഡിപ്പെൻഡ് ആയിട്ട് ഫംഗ്ഷൻ, ഏതിൻ്റെ ഫംഗ്ഷനാണ്? വൈൻ്റെ ഫംഗ്ഷനാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഈ കോൺസ്റ്റൻ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷന് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ആ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡോ സി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു വൈന് ഇങ്ങനെ നമുക്ക് കിട്ടി. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഈ സീൻ്റെ വാല്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ സി വാല്യൂ എടുത്ത് നമ്മുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈ ഇസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? അപ്പം നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് തന്നെ സ്ട്രീം ഫംഗ്ഷൻ എന്താണ് കണ്ടുപിടിക്കേണ്ടത്. സ്ട്രീം ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? സൈ ആണ് സ്ട്രീം ഫംഗ്ഷൻ. നമുക്ക് ഈ ഇക്വേഷൻ അറിയാം. ഡോ സൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു വി, ഡോ സൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു -u. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമ്മൾ വെലോസിറ്റി പൊട്ടൻഷ്യൽ ചെയ്തില്ലേ, അതുപോലെ തന്നെ ചെയ്യണം. ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു കോൺസ്റ്റൻറ്റ് കിട്ടും. ഈ കോൺസ്റ്റൻറ്റ് നമ്മൾ എക്സ് ചെയ്യുവാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. മനസ്സിലായോ? നമ്മൾ എക്സിൻ്റെ ഫംഗ്ഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈ വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഈ വൈൻ്റെ വാല്യൂ ഡോ സൈ ബൈ ഡോ വൈ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഡോ സൈ ബൈ ഡോ വൈൻ്റെ വാല്യൂ നമുക്ക് ഉണ്ടല്ലോ, ഇതെടുത്ത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കെയിൻ്റെ വാല്യൂ കിട്ടും. ഈ കെയിൻ്റെ വാല്യൂ എടുത്ത് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഫോം. സ്ട്രീം ഫംഗ്ഷനിൻ്റെ ഫോം ഇതാണ്. പക്ഷേ ഈ കെയിന് ഒരു കോൺസ്റ്റൻറ്റ് കിടക്കില്ലേ, ആ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവസാനം ഒരു ഇക്വേഷൻ കിട്ടും. പിന്നെ ഫൈനലി യു ഹാവ് ടു റൈറ്റ് ഡൗൺ ദ റിസൾട്ട്. അപ്പോൾ ഈ ഇക്വേഷൻ ഇത് രണ്ടും ആഡ് ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി. സോ വെലോസിറ്റി പൊട്ടൻഷ്യൽ എക്സിസ്റ്റ്, അല്ലെങ്കിൽ ദ ഫ്ലോ ഈസ് കണ്ടിന്യൂസ്. പിന്നെ ഫൈൻ്റെ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫോം, സൈൻ്റെ സ്ട്രീം ഫംഗ്ഷൻ ഫോം അവസാനം എഴുതണം. മനസ്സിലായോ?